മതി. ഇവിടെ കുറെ വീട് കടത്ത് തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറഞ്ഞു ഇന്ന നിന്റെ ഉള്ളിലിട്ട് ഭയങ്കരമായിട്ട് ആരാധന വീഡിയോ എടുത്തിട്ടേ. ഞാൻ ഈ വീഡിയോ മുഴുവൻ കാണിക്കാത്തതാണ്. നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടു കാണും. +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ ഫോൺ വാങ്ങി വെച്ച ഒരു കാരണം കൊണ്ട് അവൻ്റെ അധ്യാപകനോട് പറയുന്ന വാക്കുകളാണ്. കൊലപ്പെടുത്തി കളയുമെന്നൊക്കെയാണ് ആ വാക്കുകൾ പറയുന്നത്. മുഴുവൻ കേൾപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഇന്നത്തെ തലമുറയിലെ ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലേ, ഒരു മകൻ അവൻ ഒരു അധ്യാപകനോട് പറയുന്നതാണ്. നമ്മളൊക്കെ പണ്ട് പഠിച്ചിരുന്ന സമയത്തൊക്കെ നമ്മളുടെ ഒരു അധ്യാപകൻ ഒരു ടീച്ചറൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ദൂരേക്ക് മാറി നിൽക്കും. കാരണം എന്താണെന്ന് അറിയാമോ? ഭയഭക്തി ബഹുമാനമാണ്, അവരോടുള്ള ഒരു സ്നേഹാദരവാണ്. നമ്മളത് അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു ഭയം ഉണ്ടാവും നമുക്കെന്നും. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയുടെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് അവൻ എന്ത് കൂളായിട്ട് തന്നെ എന്ത് ഇതായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ? മാറ്റം മൊത്തത്തിൽ മാറി. നമ്മുടെ സമൂഹം മൊത്തം എല്ലാ കാര്യങ്ങളും മാറി. കുടുംബം മാറി, സമൂഹം മാറി, എല്ലാ തലങ്ങളും മാറി. നാട്ടിൽ പോലീസുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, ഒരു കാര്യമില്ല. ഇതാണ് അവസ്ഥ. ഈ ഒരാഴ്ചയായിട്ടുള്ള രീതികൾ നോക്കി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എല്ലാവരും ലഹരിക്കടിമയാണ്. ലഹരിക്കടിമയായിട്ടുള്ളവർക്കൊക്കെ കൊലപാതകം ചെയ്യാവുന്നുള്ള രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ചേന്ദമംഗലത്ത് നടന്ന കൊലപാതകങ്ങൾ 3 പേരെ. ഒരു സ്ഥലത്ത് മകൻ അമ്മയെ കൊന്നു കളയുന്നു. എന്നിട്ട് അവന് യാതൊരുവിധ കുറ്റബോധവും ഇല്ല, ഒരു പശ്ചാത്താപവും ഇല്ല. ഇന്ന് ഒരു വാർത്ത കണ്ടായിരുന്നു, 22 വയസ്സുള്ള മകൻ പിതാവിനെ തലക്കടിച്ചു അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് ഫോണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഫോൺ വാങ്ങി നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന്. ഒന്ന് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. നാടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് കുടുംബ ബന്ധങ്ങളും അത്തരത്തിലുള്ള യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റുകളും ഒന്നും ഇല്ലാതെയുള്ള ഒരു എന്തിനൊക്കെ വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറയിലേക്കായി നമ്മളും വന്ന് പെടുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ ഇന്നത്തെ തലമുറയുടെ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ മക്കളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന പയ്യൻ്റെ വീഡിയോ. കണ്ടപ്പോൾ സങ്കടം തോന്നി. ഒരു അധ്യാപകനോട് പറയുന്ന വാക്കുകളാണ്. നന്നാവും, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നന്നാവും എന്ന് വിചാരിക്കാം.